ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കയ്പ്പയ്ക്ക കൂട്ടാനാണ് വെച്ചിരിക്കുന്നത്. കയ്പ്പയ്ക്കും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കയ്പ്പയ്ക്ക റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നേരേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോഴാണ് ആ കയ്പ്പയ്ക്കയുടെ വാസനയൊക്കെ കയ്പ്പൊക്കെ ഒന്ന് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് തേങ്ങ, ഒരു മുടി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൊത്തമ്പാലപ്പൊടിയും ഒക്കെ ചേർക്കാം. 2 സ്പൂണ് കൊത്തമ്പാലപ്പൊടിയും അതേമാതിരി 2 സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കറിയാം അത് ഏകദേശം ആയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ആ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. 2 ചെറിയ തക്കാളി എടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് കരഞ്ഞും വരും. പിന്നെ ആ പച്ച വാസനയൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വഴറ്റിയിട്ട് നമുക്കതിന് അത് മാറ്റി വയ്ക്കാം. ഇനി ആ ചീഞ്ചട്ടി തന്നെ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂണ് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സ്പൂണ് ഉലുവ ഇതിലേക്ക് ചേർക്കുക. ഇതിൽ ഞാൻ കടുകൊന്നും ഇട്ടിട്ടില്ല, ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ആ ഉലുവ ഇട്ടാൽ അത് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ നേരേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി അതിൻ്റെ ശേഷം പിന്നെ ഈ കയ്പ്പയ്ക്കും ഉള്ളിയും കൂടെ ഉണ്ടായിരുന്നില്ല, അതും കൂടെ ഇതിലേക്ക് ഇടുക. ഇനി ഇതൊക്കെ ഒന്ന് നല്ല മിക്സ് ആയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ഇതിലേക്ക് തക്കാളിയും കൊത്തമ്പാലും തേങ്ങയും ഒക്കെ അരച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണ മാതിരി മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക സൈസിനുള്ള പുളി എടുത്തിട്ടുള്ളൂ, പുളി കൂടുതൽ വേണ്ട. അപ്പോൾ അങ്ങനെ പുളി ഇതിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞ് നല്ല തിളച്ച് വന്ന നമ്മളുടെ അടിപൊളി കയ്പ്പയ്ക്ക കൂട്ടാനായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. കാരണം അപ്പോൾ ആ വറുത്തെടുത്തതും പിന്നെ ഇങ്ങനെ മസാലയും തക്കാളിയും ഇതൊക്കെ അരച്ച കാരണം കൊണ്ട് നല്ല കയ്പ്പും അറിയുന്നില്ല. അപ്പോൾ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.